വെടി കൊള്ളുമ്പോൾ എങ്ങനെയാണ് ഒരു ഡെഡ് ബോഡി അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും പോസ്റ്റ് ചെയ്തിട്ട് അത് ഫോട്ടോ എടുത്തിട്ട് അതിനെ അങ്ങ് ട്രോളാക്കി എനിക്ക് 2 ആഴ്ച വീട്ടിലിരിക്കാന്ന് വൃത്തിയില്ല. ഈ വയ്ക്കാത്തത് മീശ വയ്ക്കാത്തത് നര പുറത്തറിയുന്നതുകൊണ്ടാണ്, അതുകൊണ്ട് ഷേവ് ചെയ്ത് ഇത് ആരാന്നറിയോ? ആഷിഖ് അബു ആണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. വസന്തം പോലെ എന്നുള്ള ആ പാട്ട്, ഇത് താടിയൊക്കെ നീട്ടി ആ ഒരു ദേവപ്രഭാവത്തിലാണ് ഞാൻ അദ്ദേഹത്തിനെ ആദ്യം ലൊക്കേഷനിലെത്തുമ്പോൾ കാണുന്നത്. അപ്പോൾ അത്രയധികം അദ്ദേഹം തടി കുറയ്ക്കാനായിട്ടാണെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട് ഗോതമ്പ് ദോശ രാവിലെയും ഉച്ചയ്ക്കും ഒക്കെ ഓരോ 2 ഗോതമ്പ് ദോശയും പിന്നെ പഴം വേവിച്ചതൊക്കെയാണ് അദ്ദേഹം കഴിച്ചിരുന്നത്. എന്തുകൊണ്ടാണ് റീൽ ചെയ്യണത്? എനിക്കൊരു ആഗ്രഹമാണ്. നമുക്ക് ആ ഇൻസ്റ്റയിൽ അപ്പോൾ അച്ഛനും ലാലേട്ടനും കൂടി ഒരു സിനിമയിൽ വാനപ്രസ്ഥം എന്നുള്ള സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. എന്നെക്കാട്ടിലൊരു 4-5 മാസം താഴെയാണ് മഞ്ജു. ഭാര്യ പറയാറുണ്ട് ഇങ്ങനെ ജരാസന്ധനും കംസനുമായിട്ടുള്ള ഒരാൾക്ക് ഓക്സിജൻ ഇയർ ആൻഡ് സെയിൽ ഹോം അപ്ലയൻസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനും ഈ വർഷത്തെ ഏറ്റവും വലിയ ഓഫറുമായി ഓക്സിജൻ ഇയർ ആൻഡ് സെയിൽ ആരംഭിച്ചിരിക്കുന്നു. സേ യെസ് ടു EMIs, exchanges and more only at Oxygen, the digital expert. Oxygen, the digital expert. വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ. ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്ന ആർട്ടിസ്റ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ബിക്കോസ് ഫിലിമോഗ്രഫി പറയാനാണെങ്കിൽ കുറേ ഉണ്ട്, സീരിയൽസ് പറയാനാണെങ്കിൽ കുറേ സീരിയൽസ് അഭിനയിച്ചിട്ടുണ്ട്. 1993 അദ്ദേഹത്തിന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമുക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ശരത്തേട്ടൻ. ശരത്തേട്ടൻ, വെൽക്കം ടു ദ ഷോ. എന്തൊക്കെയുണ്ട് വിശേഷം? ദൈവസഹായം, ഇങ്ങനെ പോകുന്നു. 32 വർഷമായി എന്ന് നമ്മളിപ്പോ സംസാരിച്ചപ്പോ പറഞ്ഞു ഇൻഡസ്ട്രിയിൽ വന്നിട്ട്. പക്ഷെ ചേട്ടാ ഒരു മാറ്റം ഇല്ലല്ലോ. എന്താണ് ഇങ്ങനെ യങ് ആയിട്ടിരിക്കാൻ വേണ്ടി എന്താണ് ചെയ്യുന്നത്? പ്രത്യേകിച്ചൊന്നുമില്ല, തല നരച്ചു കഴിഞ്ഞാൽ കളർ അടിക്കും. അതുകൊണ്ട് പിന്നെ ഇത് താടി വയ്ക്കാത്തത് മീശ വയ്ക്കാത്തത് നര പുറത്തറിയുന്നതുകൊണ്ടാണ്, അതുകൊണ്ട് ഷേവ് ചെയ്ത് രഹസ്യങ്ങളൊക്കെ എന്തിനാ ഞാൻ വെറുതെ പരസ്യമാക്കുന്നു. എല്ലാം പുറത്ത് പറഞ്ഞു. കുറച്ച് എക്സസൈസും കാര്യങ്ങളും. അതാണ് യങ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് അല്ലേ? ഇങ്ങനെ ഇരിക്കുന്നത് യങ്ങെന്ന് ഞാൻ പറയില്ല, ഞങ്ങൾ പറയുന്നത് യങ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ ചേട്ടാ, നമ്മളൊരു എന്താ പറയാ ഒരു ടീനേജിൽ ഒക്കെ നിൽക്കുന്ന സമയത്ത്, ഞങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ചേട്ടന്റെ ഏത് വർക്കാ നമുക്ക് ഫെമിലിയർ എന്ന് പറഞ്ഞാൽ വസന്തം പോലെ പാട്ടുണ്ടല്ലോ, ആൽബം ഡ്യൂ ഡ്രോപ്സിൽ കൈരളിയിൽ വരും. അപ്പൊ സ്കൂള് വിട്ട് കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ ഈ ഡ്യൂ ഡ്രോപ്സ് കാണലാ പണി. അപ്പൊ ചേട്ടന്റെ കുറെ ആൽബം സോങ്സ് ഉണ്ട്. അപ്പൊ ഇപ്പോഴാണെങ്കിൽ ഇപ്പൊ ഇൻസ്റ്റഗ്രാമിലൊക്കെ പഴയ ആൽബം സോങ്സ് ഒക്കെ ഈ ട്രെൻഡിങ് പാട്ടുകൾ ഉണ്ടല്ലോ പണ്ടത്തെ, അതിനകത്ത് ഒന്ന് വസന്തം പോലെയാണ്. ഓക്കെ, അപ്പൊ ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു മെമ്മറി നമ്മളോട് ഷെയർ ചെയ്യാനുണ്ടാവും? തീർച്ചയായിട്ടും. അത് ഡയറക്റ്റ് ചെയ്ത് ആരാന്നറിയോ? ആഷിഖ് അബു ആണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. വസന്തം പോലെ എന്നുള്ള ആ പാട്ട് ആളുടെ ഫസ്റ്റ് വർക്ക് അതാണ്. അപ്പോൾ അത് കണ്ടിട്ട് അത് കഴിഞ്ഞിട്ടാണ് ആള് മഹാരാജാസിൽ പഠിച്ച് എൻ്റെ കസിൻ്റെ കൂടെയൊക്കെ ക്ലാസ്മേറ്റ് ആയിരുന്നു ആഷിഖ് അബു. അപ്പോൾ അങ്ങനെ നമ്മളതിൽ 2 ദിവസത്തെ ഷൂട്ടായിരുന്നു. അഫ്സൽ യൂസഫ് എന്ന് പറഞ്ഞ നല്ലൊരു മ്യൂസീഷ്യനാണ് അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ. അപ്പോൾ അഫ്സലുമായിട്ട് ഞാൻ നല്ല റിലേഷനാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു കൂട്ടായ്മയിൽ ഉണ്ടായതാണ്. അപ്പോൾ ആഷിഖ് അബു ആണ് അത് ഡയറക്റ്റ് ചെയ്തതെന്ന് പലർക്കും അറിയില്ല. അതാണ് ആദ്യത്തെ വിശേഷം. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ആൾ കമൽ സാറിൻ്റെ അസിസ്റ്റൻ്റ് അസോസിയേറ്റ് ഒക്കെ ആവുന്നത്. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള, കാരണം അന്ന് അഭിനയിച്ചതിന് ശേഷം ഞാൻ അതിൻ്റെ റഫ് കാണുമ്പോഴാണ് ഇത്ര ഭംഗിയിൽ നമുക്ക് ആൽബംസ് എടുക്കാം അല്ലേ എന്നുള്ളൊരു തോന്നലുണ്ടാക്കിയത് ആ ഒരു ഇതാണ്. മാത്രമല്ല ആ സമയത്ത് ആൽബം സോങ്സ് എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേക സ്പേസ് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇപ്പോഴും ആൾക്കാർ അതിനെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അത് ആഷിഖിൻ്റെയും അവരുടെ കഴിവ് തന്നെയാണ്. അതൊരു ഭാഗമാകാൻ പറ്റി, വളരെ സന്തോഷം. അപ്പൊ 32 വർഷം എന്ന് പറഞ്ഞു. അപ്പം ഈ 32 വർഷം ഒരുപാട് സിനിമകൾ, ഒരുപാട് സീരിയലുകൾ. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഒരു ജേർണിയിൽ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് തോന്നുന്ന മുഖങ്ങൾ ഏതൊക്കെയാണ്? തീർച്ചയായിട്ടും പ്രേക്ഷകരോടാണ്. കാരണം വെച്ചാൽ അവരുടെ ഇഷ്ടങ്ങളും അവരുടെ ഒരു താല്പര്യം ഒരു അഭിനേതാവിന് ഇല്ലെങ്കിൽ ചാനലുകാർക്ക് നമ്മളോട് സ്നേഹം തോന്നില്ല. പിന്നെ എൻ്റെ കൂടെ അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ ഡയറക്ടേഴ്സിനോടും പ്രൊഡ്യൂസേഴ്സിനോടും സ്ക്രിപ്റ്റ് എല്ലാ ടെക്നീഷ്യൻസിനോടുമാണ് എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളത്. കാരണം കഴിയുന്നതും ഇപ്പോൾ എനിക്ക് പുതിയ തലമുറയിലുള്ള ആൾക്കാരോടും പറയാനുള്ളത് തന്നെ, നമുക്ക് ഓരോ വർക്ക് കിട്ടുന്നതും ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി വേണം സ്വീകരിക്കാൻ. കാരണം എത്ര ഉയർച്ചയിലാണെങ്കിലും 2-3 സിനിമ മതി നമുക്ക് താഴെ ഇല്ലാതാവാനും. അപ്പോൾ നമ്മുടെ ക്യാരക്ടർ ആണെങ്കിലും ശരി, പിന്നെ നമുക്കൊരു കഥാപാത്രം കിട്ടിക്കഴിഞ്ഞാൽ വളരെ നന്നായിട്ട് അതിനെ മനോഹരമാക്കാൻ നമ്മളെ ലൈഫ് എക്സ്പീരിയൻസും കൂടി നമ്മളതിൽ വളർത്തിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതെല്ലാം തോന്നുമ്പോൾ എല്ലാത്തിനോടും ഗ്രാറ്റിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ എനിക്ക്. അതുപോലെ തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ വിഷമം ഉണ്ടാവുന്ന അനുഭവങ്ങൾ എന്തെങ്കിലും? വിഷമം വെച്ചാൽ ഇൻഡസ്ട്രിയിൽ
അങ്ങനെ ഭയങ്കര ദുഃഖിക്കാൻ പറ്റുന്ന അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ വിളിച്ചൊരു വേഷത്തിന് പ്രത്യേകിച്ച് പെട്ടെന്ന് മാറുമ്പോൾ ആ സമയത്തൊക്കെ അങ്ങനെ അല്ലാതെ വേറെ വലിയ വിഷമങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് ഇത്രയും ഒരു വലിയൊരു ഒരു ലോങ് ഹിസ്റ്ററി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് നമ്മളൊരു സിനിമ ചെയ്യുന്നത്, സീരിയൽ ചെയ്യുന്നതും ഇറ്റ്സ് എ ഹിസ്റ്ററി. എത്ര കാലം കഴിഞ്ഞാലും അതവിടെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എൻഡ് ഓഫ് ദ ഡേ ഒരു കണ്ടംപ്റ്റ് ഫീൽ തോന്നുന്ന ഒരു മൊമെന്റ് ഉണ്ടോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തൃപ്തിയാവില്ല. ഇല്ല, കാരണം നല്ലൊരു അഭിനേതാവിനാണെങ്കിലും ഇനിയും പുതിയ ക്യാരക്ടേഴ്സ് ചെയ്യാനും പുതിയ ജീവിതാനുഭവങ്ങളിലൂടെ പോകാനും ഒക്കെ വളരെയധികം താല്പര്യം കാണും. ഇപ്പം ഞാൻ സിനിമയിൽ വന്ന സമയത്തുള്ള സാമൂഹ്യ ഒരു സ്ഥിതിയല്ല ഇന്നത്തെ കാലത്ത്. ഇന്നത്തെ ന്യൂ ജെൻ ആണെങ്കിലും ജെൻസീസ് ആണെങ്കിലും അപ്പോൾ അവരുടെ ലൈഫിൽ എന്തായിരിക്കും, അവർക്ക് എന്തൊക്കെയാണ് കഥകൾ പറയാനുണ്ടാവുക, അവരുടെ ലൈഫിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക, അതിലെനിക്ക് എങ്ങനെ ഒരു കഥാപാത്രമായി മാറാൻ സാധിക്കും എന്നുള്ളൊരു ആഗ്രഹം അത് ഏതൊരു അഭിനേതാവിനോ അല്ലെങ്കിൽ അഭിനേത്രിക്കോ വേണ്ടതാണ്. അല്ലെങ്കിൽ നമ്മൾ മുരടിച്ചു പോകും. അപ്പോൾ ആ ഒരു യൂത്ത്ഫുൾനെസ് കീപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ അപ് ടു ഡേറ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പം നേരത്തെ ശ്രീനിധി പറഞ്ഞില്ലേ എന്തുകൊണ്ടാണ് റീൽ ചെയ്യണത്. എനിക്കൊരു ആഗ്രഹമാണ് നമുക്ക് എനിക്കൊരു സന്തോഷമാണ്. കാരണം പുതിയ ജനറേഷൻ്റെ കൂടെ നമ്മളും ഒന്ന് ഒത്തുകൂടുക. അതുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്. അല്ലാതെ ഞാൻ ഇപ്പോൾ എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനൊന്നും ഞാൻ നിൽക്കാറില്ല. കാരണം ആവശ്യമുള്ളവർ മാത്രം എന്നെ കണ്ടാൽ മതി എന്നുള്ളതാണ്. ഇത് എനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഫേസ്ബുക്ക് ആണെങ്കിലും ശരി, ഇൻസ്റ്റ ആണെങ്കിലും ഒക്കെ അങ്ങനെയാണ്. ഈ റീൽ എടുക്കാനുള്ള ഒരു പ്രിപ്പറേഷൻസ് ഒക്കെ എങ്ങനെയാ ചേട്ടൻ? നേരത്തെ ഇരുന്നതൊക്കെ ഡയലോഗ് ഏതാ നമ്മൾ ചെയ്യേണ്ടതെന്നൊക്കെ അപ്പോഴത്തെ ട്രെൻഡിങ് ഒക്കെ കണ്ടുപിടിച്ച് വെച്ച് അങ്ങനെയല്ല. എനിക്ക് എൻ്റെ ഉള്ളിൽ തോന്നണം. ചിലപ്പോൾ 2, 5, 6 റീലൊക്കെ അടുപ്പിച്ചിട്ടിട്ട് ചിലപ്പോൾ ഒരു 2 മാസത്തേക്ക് പിന്നെ അനക്കം ഉണ്ടാവില്ല എനിക്ക്. ഞാൻ അങ്ങനെയാണ്. കാരണം എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇടണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല. എനിക്ക് തോന്നുന്ന വിഷയം, എനിക്ക് ഇഷ്ടമുള്ള വിഷയമാണെങ്കിലായിരിക്കും ഞാനത് ചെയ്യുന്നത്. അപ്പോൾ അത് ആ സമയത്ത് കിട്ടുകയാണെങ്കിൽ, ഇപ്പോൾ ഉറക്കമുള്ള സമയത്ത് അത് ചിലപ്പോൾ കിട്ടണമെന്നില്ല. വീട്ടിലിരിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ പുതിയ പുതിയ ഐഡിയാസ് നമുക്ക് തോന്നുന്നത്. അങ്ങനെ ചേട്ടൻ നേരത്തെ പറഞ്ഞല്ലോ, ചേട്ടൻ ഫസ്റ്റ് വന്ന സമയത്തുള്ള സാഹചര്യങ്ങളല്ല ഇപ്പം സോഷ്യൽ മീഡിയ ഭയങ്കര സാധ്യതകൾ നമ്മുടെ മുമ്പിൽ തുറന്നു കാണിക്കല്ലേ. അതുപോലെ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ അപ്ഡേറ്റ് ആയാലേ നമ്മളെ ആൾക്കാർ അറിയൂ എന്നുള്ള ഒരു സാഹചര്യം വരുന്നുണ്ട്. അപ്പോൾ ഈ റീലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഇന്റൻഷൻ എന്തെങ്കിലും ഉണ്ടോ? അതായത് ലൈം ലൈറ്റിൽ നമ്മൾ നിൽക്കുക എന്നൊരു സാധനം ഇല്ല. അതല്ല എൻ്റെ മെയിൻ. എനിക്ക് ഇഷ്ടപ്പെട്ട കണ്ടന്റ് പറയുക. അതിൽ ഞാൻ ആദ്യം തുടങ്ങിയത് എൻ്റെ ഫ്രണ്ട്സിനും എൻ്റെ ഫാമിലി റിലേറ്റീവ്സിനും ഒക്കെ വേണ്ടിയിട്ടാണ്. കാരണം ഒരു രസം, നമുക്ക് അവരായിട്ട് ഇപ്പോൾ ഫോൺ ഡയറക്റ്റ്ലി വിളിച്ചില്ലെങ്കിലും നമ്മുടെ ചില പാട്ടുകളോ അല്ലെങ്കിൽ ചില കുസൃതികളോ ചില കോമഡികളോ ഒക്കെ അവർക്കും കാണാനുള്ള ഒരു അവസരം കൂടിയാണ്. ആ ഒരു ഇതോട് കൂടിയിട്ടാണ് തുടങ്ങിയത്. പിന്നെയാണ് ഇത് പതുക്കെ ആൾക്കാരുടെ സപ്പോർട്ട് വന്ന് തുടങ്ങിയപ്പോൾ എന്നാൽ പിന്നെ രസമായിട്ടുള്ള കണ്ടന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ചെയ്തത്. അല്ലാതെ എനിക്ക് വലിയ രീതിയിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാനോ അതിനൊന്നും ഞാൻ നിൽക്കാറില്ല. ഇപ്പൊ കുറച്ച് നാളുകൾക്ക് മുമ്പ് ദേവദൂതൻ റീ റിലീസ് ചെയ്തു. ഗ്രേറ്റ്. അതെ. സോ ആസ് ആൻ ആക്ടർ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള, അതായത് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് വെച്ച് ചെയ്തു വെച്ച ഒരു സിനിമ. അതിൽ ഏറ്റവും വിഷമം തോന്നിയതെന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് ഈ പടം ഓടിയില്ല. അതായിരുന്നു നമുക്കുണ്ടായിരുന്ന ഏറ്റവും. കാരണം ഏറ്റവും നല്ല ഡിറക്ഷൻ, ഏറ്റവും നല്ല സ്ക്രിപ്റ്റ്, ഏറ്റവും നല്ല ആ മ്യൂസിക്. പറയാം, ലാലേട്ടൻ്റെ പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഞാൻ ആദ്യം ലൊക്കേഷനിൽ എത്തുമ്പോൾ കാണുന്നത് ലാലേട്ടൻ ജുബ്ബയിട്ട് ആ മെലിഞ്ഞ രൂപത്തിൽ താടിയൊക്കെ നീട്ടി ആ ഒരു ദേവപ്രഭാവത്തിലാണ് ഞാൻ അദ്ദേഹത്തിനെ ആദ്യം ലൊക്കേഷനിൽ എത്തുമ്പോൾ കാണുന്നത്. അപ്പോൾ അത്രയധികം അദ്ദേഹം തടി കുറയ്ക്കാനായിട്ടാണെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട് ഗോതമ്പ് ദോശ രാവിലെയും ഉച്ചയ്ക്കും ഒക്കെ ഓരോ 2 ഗോതമ്പ് ദോശയും പിന്നെ പഴം വേവിച്ചതൊക്കെയാണ് അദ്ദേഹം കഴിച്ചിരുന്നത്. കാരണം ആ തടി, ആ ക്യാരക്ടർ ആവാൻ വേണ്ടി അദ്ദേഹം എടുത്ത ആ ഒരു സ്ട്രഗിൾ ഞാൻ കണ്ടതാണ്. അതിനുശേഷം പിന്നീട് ഫ്ലാഷ് ബാക്കിൽ വേറെ കുറച്ച് സീക്വൻസ് ഉണ്ടായിരുന്നു അതിൽ. അത് പുതിയ വേർഷനിൽ അത് കട്ട് ചെയ്ത് കളഞ്ഞിരുന്നു. അപ്പോൾ അതിനു വേണ്ടി തടി കൂട്ടലും, അപ്പോൾ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് അദ്ദേഹം ചെയ്തത് എല്ലാവരും. എന്നിട്ട് അത് തിയേറ്ററിൽ ഓടാതിരുന്നപ്പോൾ വളരെയധികം വിഷമം തോന്നി. പക്ഷെ അതൊക്കെ ഇത്രയും കാലത്തിന് ശേഷം കേരളത്തിലെ ജനങ്ങൾ അത് ഏറ്റെടുത്തു. ഒരു കൾട്ട് ഫിലിമായിട്ട് അത് മാറി. മോശമാവില്ല. അത് റീ റിലീസ് ചെയ്തപ്പോൾ കറക്റ്റ് അത് അന്നത്തെക്കാളും ഹിറ്റായിട്ടായിരുന്നു രണ്ടാമത് ഓടിയത്. അത് വളരെ സന്തോഷമുണ്ട്. താങ്ക്സ് ടു കേരള പീപ്പിൾ, ഫിലിം ലവേഴ്സ്. കട്ട് ചെയ്ത് കുറച്ച് പോർഷൻ പോയതിൽ സങ്കടമുണ്ടോ? ഇല്ല, ഇപ്പൊ സങ്കടമില്ല. കാരണം അതിലുണ്ടായിരുന്നത് ജഗതി ചേട്ടനായിരുന്നു. എനിക്കും ജഗതി ചേട്ടനുമായിട്ടുള്ള കോമ്പിനേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള അദ്ദേഹത്തിൻ്റെ ആ ഇപ്പം അദ്ദേഹത്തിന് ഒട്ടും വയ്യല്ലോ അഭിനയിക്കാനുള്ള. അന്നത്തെ ആ എനർജറ്റിക് രൂപമുള്ള എന്താ പറയുക, ചേട്ടനെ കാണണം എന്നുള്ള, ജഗതി ചേട്ടനെ കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ സാരമില്ല, ഇറ്റ്സ് ഫോർ ദ ഫിലിം. അതുകൊണ്ടാണ് അങ്ങനെ ആക്കിയത്.
ചേട്ടൻ ഒരുപാട് ഇന്റർവ്യൂസിൽ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും. സ്റ്റിൽ നമുക്ക് ലാലേട്ടൻ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും കേൾക്കാൻ ക്യൂരിയസ് ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് ചേട്ടൻ ത്രൂ ഔട്ട് ലാലേട്ടന്റെ കൂടെ ഓൾമോസ്റ്റ് എല്ലാ സീനിലും ഉണ്ടല്ലോ. സോ എന്തായിരുന്നു ആ ഒരു സമയത്തേക്ക് ഒരു ഷൂട്ടിന്റെ സമയവും, അല്ലെങ്കിൽ നിങ്ങൾ ഒരു സെറ്റ് ഓഫ് ഒരു സെയിം ഏജിലുള്ള ആൾക്കാരുണ്ട്? ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികൾ ഉണ്ടായിരുന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ആദ്യം ലൊക്കേഷനിലെത്തി. അപ്പോൾ സിബി സാറും ലാലേട്ടനും ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് മുമ്പ് എൻ്റെ അച്ഛൻ കഥകളി ഗായകനായിരുന്നു. കലാമണ്ഡലം വെൺമണി ഹരിദാസ് എന്ന് പറയും. അപ്പോൾ അച്ഛനും ലാലേട്ടനും കൂടി ഒരു സിനിമയിൽ വാനപ്രസ്ഥം എന്നുള്ള സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. വാനപ്രസ്ഥത്തിൽ ലാലേട്ടൻ കഥകളി അഭിനേതാവും ലാലേട്ടൻ്റെ കൂടെ നടക്കുന്ന സന്തത സഹചാരിയായിട്ട് അഭിനയിച്ചിരിക്കുന്നത് എൻ്റെ അച്ഛനാണ്, പാട്ടുകാരൻ, ശരിക്കും കഥകളി ഗായകനാണ്. അപ്പോൾ അന്ന് അച്ഛനായിട്ടും ലാലേട്ടനായിട്ടും നല്ല റിലേഷനാണ്. അതിനുശേഷമാണ് ദേവദൂതനിലേക്ക് വരുന്നത്. അപ്പോൾ സിബി സാർ എന്നെ പരിചയപ്പെടുത്തി, ലാലെ ഇതാണ് ശരത്താണ്, പത്രത്തിലൊക്കെ അഭിനയിച്ച് നല്ല ഇതായിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ലാലിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, അച്ഛൻ ലാലേട്ടൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ആരാ അച്ഛൻ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ കലാമണ്ഡലം ഹരിദാസ്, വെൺമണി ഹരിദാസൻ്റെ മോനാണോ എന്ന് പറഞ്ഞിട്ട് ആ അച്ഛനോടുള്ള, ആ കലാകാരനോടുള്ള ആ ഒരു സ്നേഹം, ആ ആദരവ്, അതാണ് എനിക്ക് തന്നിരിക്കുന്നത് അദ്ദേഹം. അപ്പോൾ എണീറ്റ് കൈ തന്ന്, ഹരിദാസൻ്റെ മകനാണല്ലേ. കാരണം അദ്ദേഹത്തിന് യഥാർത്ഥ ടാലൻസിന്, എൻ്റെ അല്ല കേട്ടോ, അച്ഛൻ്റെ ആ ഒരു കൺസിഡറേഷൻ ആയിരുന്നു ലാലേട്ടൻ എനിക്ക് ആ സിനിമ കഴിയുന്നിടത്തോളം തന്നെ തന്നത്. പല സമയത്തും എൻ്റെ ഡയലോഗുകൾ ഒറ്റ ഷോട്ടിൽ പോകേണ്ട സീക്വൻസിൽ എൻ്റെ ഡയലോഗ് തെറ്റുമ്പോൾ പിന്നെ അത് വീണ്ടും റീഷൂട്ട് ചെയ്യേണ്ടി വരും. അപ്പോഴൊക്കെ സാരമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ, അപ്പോൾ ലാലേട്ടനെ പോലെ ഒരാൾ നമ്മുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ സമാധാനമുണ്ട്. അല്ലെങ്കിൽ ഇത് തെറ്റിക്കഴിഞ്ഞാൽ നമുക്കൊരു പേടിയുണ്ടാവും. അതുപോലെ പൂവേ പൂവേ പാലപ്പൂവേ, അതിന്റെ ത്രൂ ഔട്ട് വിഷ്വൽസും ലാലേട്ടനും ചേട്ടനും നിങ്ങൾ എല്ലാരും കൂടെ ഉള്ള ആ ഒരു നമുക്ക് ഫണ്ണായിരുന്നു, റിയൽ ഫണ്ണായിരുന്നു. കാരണം ഒരു 4-5 ദിവസം അത് ഷൂട്ട് ചെയ്തു. കാരണം നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ, ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ എന്താ ഇവിടെ ആ പോർഷൻ എടുക്കാം എന്ന് സാർ തീരുമാനിച്ച് അങ്ങനെ അങ്ങ് എടുക്കും. അപ്പൊ നമുക്കൊരു അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ ഔട്ട്ഡോർ ഒക്കെ പോകുമ്പോൾ നല്ല സ്ഥലം കാണുമ്പോൾ നമുക്ക് അങ്ങ് എടുത്തേക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറെ സംഭവങ്ങൾ. അപ്പോൾ ലാലേട്ടൻ്റെ കൂടെ കുറച്ച് ദിവസം അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവമാണ്. നേരത്തെ പത്രം സിനിമ പറഞ്ഞല്ലോ, പത്രത്തിലെ ക്യാരക്ടറും അതുപോലെ തന്നെ ഇപ്പോഴും ഓർത്തു വെച്ചിരിക്കുന്ന ആൾക്കാരാണ്. മഞ്ജു ചേച്ചിയായിട്ടാണ് അന്ന്. അതെ പക്ഷെ എന്റെ ചേച്ചിയല്ല കേട്ടോ, എന്നെക്കാളൊരു 4-5 മാസം താഴെയാണ് മഞ്ജു. അതിനകത്ത് അനിയനായിട്ടാണല്ലോ. അതിനായിട്ട് അനിയനാണ്, കാണുമ്പോ അനിയനായിട്ട് തോന്നുമ്പോ സാരമില്ല, അങ്ങനെ തന്നെ ഇരുന്നോട്ട്. അപ്പൊ ആ സമയത്തെ ഒരു മെമ്മറി ഒക്കെ നമ്മളോടൊന്ന് ഷെയർ ചെയ്യുമോ? അത് ജോഷി സാറിന്റെ സെറ്റ് ആകുമ്പോൾ നമുക്ക് ഇത് സിബി സാറിന്റെ പോലെയല്ല. നമുക്ക് ജോഷി സാർ എന്ന് പറഞ്ഞ ഒരു സിംഹമാണ്. നമ്മൾ ലൊക്കേഷനിൽ വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ പേടിച്ച് ഇങ്ങനെ നമ്മളിങ്ങനെ സാറിന്റെ വണ്ടിയിൽ ബെൻസിൽ വന്ന് ഇറങ്ങുമ്പോഴൊക്കെ നമ്മൾ പിന്നെ സൈലന്റ് ആയിരിക്കും. അപ്പോൾ ഭാഗ്യത്തിന് എനിക്കിതുവരെ സാറിൻ്റെ നിന്ന് ചീത്ത കേട്ടിട്ടില്ല. അല്ലെങ്കിൽ ഡയലോഗൊക്കെ തെറ്റിക്കഴിഞ്ഞാൽ ചീത്തയൊക്കെ പറയുന്നതാണ് ലൊക്കേഷനിൽ, ഈ പെട്ടെന്ന് വരുന്നടാ ഇവനൊക്കെ എന്നൊക്കെ. പക്ഷെ ദൈവം സഹായിച്ച് എനിക്കതിൽ കിട്ടിയിട്ടില്ല. പക്ഷെ തല്ല് കുറച്ചൊക്കെ ഉണ്ടായിരുന്നു, സൈക്കിൾ ചവിട്ടുന്ന. അതെ, അത് പിന്നെ അതിന്റെ വേദന ഇപ്പോഴും എൻ്റെ കാലിലുണ്ട്. അത് സ്ഫടികൻ ജോർജേട്ടനും ഞാനുമായിട്ടുള്ള സീനാണ്. മറ്റേ കത്തി ഉരിപ്പ് കൊന്നുകളയോടാന്ന് പറയും. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞു, ചേട്ടാ ജോർജേട്ടാ, എന്നെ ഇങ്ങനെ കാണിച്ചാൽ മതി, ഞാൻ അങ്ങോട്ട് വീണോളാം എന്ന് പറഞ്ഞു. പക്ഷേ ജോർജ് സാർ ആക്ഷൻ പറഞ്ഞപ്പോഴേക്കും ആള് ക്യാരക്ടറിൽ കയറി പറഞ്ഞൊരു തൂക്കിയെടുത്തൊരു ഒറ്റയേറാണ്. ഞാൻ കമന്നടിച്ച് വീണ് എൻ്റെ അമ്മോ, എല്ലാവരും ഓടി വന്നു. പക്ഷെ കുഴപ്പമില്ല, മുറിഞ്ഞു എങ്കിലും വച്ച് കെട്ടിയിട്ടാണ് പിന്നെ ആ സീനൊക്കെ എടുത്തത്. 2 ദിവസം നല്ലവണ്ണം വെയിലും തല്ലുമായിരുന്നു എനിക്ക്. ഇടിയും കിട്ടും, വെയിലത്ത് കിടക്കുന്നു. അത് ഒറിജിനൽ എയർപോർട്ടും അല്ല, അന്ന് ടെക്നോ പാർക്ക് ട്രിവാൻഡ്രം അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അവിടെ ഒരു എയർപോർട്ടാക്കി മാറ്റിയിട്ടാണ് അത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഈ 100-150 കാറുകൾ, ഒരു കാറ് വന്നു. എയർപോർട്ടാകുമ്പോൾ കാറും വേണമല്ലോ. അപ്പോൾ ജോർജ് സാറിന് നിർബന്ധമാണ് ഇത്രയും കാറുകൾ വേണം. അപ്പോൾ അത് വന്നു നിൽക്കുന്നു, ആളെ ഇറക്കി പോകുന്നു. ഇതിനിടയിലാണ് ഈ അടി നടക്കുന്നതും. അപ്പോൾ അതൊരു 4-5 ദിവസം നല്ല രസമായിരുന്നു അത്. നമുക്ക് തീർച്ചയായിട്ടും അതെ. അതുപോലെ അടുത്ത ഒരു നമ്മളിങ്ങനെ ഓർത്തിരിക്കുന്ന വേറൊരു ക്യാരക്ടർ എന്ന് പറയുമ്പോൾ കൃഷ്ണനായിട്ട് മഹാഭാഗവതം സീരിയലിൽ ഏഷ്യാനെറ്റിലുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഈ ഗോഡ്ലി ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യുമ്പോഴേ നമുക്ക് ഈ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ പിന്നെ ഭയങ്കരമായിട്ടുള്ള ഡിവൈൻ അനുഭവങ്ങളൊക്കെ ഉണ്ടാവില്ല. ഇഷ്ടം പോലെ ഉണ്ട്. കാരണം അത് അഭിനയിക്കുന്ന സമയത്താണ്, ആ സമയത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ.
പല ആൾക്കാരും എനിക്ക് ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, ഞാനിപ്പോൾ ഗുരുവായൂർ പോയി കഴിഞ്ഞാൽ നിന്റെ മുഖമാണടാ കാണുന്നത്, എനിക്ക് എൻ്റെ പഴയ കൃഷ്ണനെ തിരിച്ചുതാ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ, കാരണം അത്രയ്ക്ക് ആൾക്കാർക്ക് ഇഷ്ടമായി. അപ്പോൾ എന്നോടുള്ള ഇഷ്ടമല്ല, ഭഗവാനോടുള്ള ഇഷ്ടമാണ്. അപ്പോൾ അതൊരു സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ പുറത്തിറങ്ങുമ്പോൾ അമ്പലങ്ങളിലൊക്കെ ഇതേപോലെ ചില ഉദ്ഘാടനങ്ങൾക്കൊക്കെ പോകുമ്പോൾ അവിടെ തൊഴാൻ വരുന്ന അമ്മമാരും ചേച്ചിമാരൊക്കെ പറയും, എനിക്ക് കൃഷ്ണൻ തന്നാൽ മതി പ്രസാദം, അപ്പോൾ പോറ്റി എൻ്റെ കയ്യിൽ തരും, എന്നിട്ട് ഞാനാണ് എല്ലാവർക്കും പ്രസാദം കൊടുക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള കാലിൽ വന്ന് വീഴും. പക്ഷെ അതൊന്നും എനിക്കുള്ളതല്ല, എല്ലാം ഭഗവാൻ ഗുരുവായൂരപ്പനുള്ളതാണ് എന്നുള്ളത് മനസ്സിൽ ഞാൻ പറയാറുണ്ട്. അപ്പം അങ്ങനെ, പക്ഷെ വീട്ടിൽ മാത്രം ഭാര്യ പറയാറുണ്ട്, ഇങ്ങനെ ജരാസന്ധനും കംസനുമായിട്ടുള്ള ഒരാൾക്ക് കൃഷ്ണന്റെ റോള് കൊടുത്തത്. ചേട്ടൻ ജീവിതത്തിലും കൃഷ്ണനായിരുന്നു? അതൊരു വല്ലാത്ത ചോദ്യം. അങ്ങനെയില്ല, ഏത് അർത്ഥത്തിലെ കൃഷ്ണൻ എന്നുള്ളതാണ് ചോദിക്കേണ്ടത്. കാരണം കല്യാണത്തിന്റെ അല്ലെങ്കിൽ വിവാഹത്തിന്റെ മുമ്പല്ല. അങ്ങനെ ശ്രീകൃഷ്ണനായിട്ട് ഒന്നും എന്നെ കണക്ക് കൂട്ടണ്ട. പക്ഷെ ആൾക്കാരോടൊക്കെ നല്ല രീതിയിൽ സമാധാനത്തോടുകൂടി പെരുമാറാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് ശ്രീകൃഷ്ണൻ ഒന്നും അല്ലേ. വൈഫ് എന്താ ചെയ്യുന്നത്? ആള് സീനിയർ ഓഡിയോളജിസ്റ്റ് ആണ്, തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലില്. ആള് 10-17 വർഷമായി അവിടെ തന്നെയാണ്. പിന്നെ 2 മഞ്ജു, പിന്നെ 2 പെൺകുട്ടികളാണ്, വേദ, ധ്യാന. വേദ ഇപ്പോൾ +2 കഴിഞ്ഞു, വെല്ലൂര് ട്രൈ ചെയ്യാണ് ആള്. പിന്നെ രണ്ടാമത് ധ്യാന, ഷീസ് 9th-ലാണ്. പിന്നെ അമ്മ സരസ്വതി ഹരിദാസ്, ആള് കൂടെയുണ്ട്. അങ്ങനെ പോകുന്നു. എന്റെ അമ്മയുടെ പേര് സരസ്വതി. ശരി. ഓക്കെ ചേട്ടാ, അതുപോലെ വേറൊരു കാര്യമേ, ചേട്ടന്റെ മറ്റേ ഭ്രമണം സീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹിറ്റായിട്ട് പോയ സീരിയലാണ്. അത്രയ്ക്ക് ഹിറ്റായി പോയ സീരിയലാണ്. മഞ്ഞുരുകും കാലം പോലൊക്കെ തന്നെ നമ്മൾ ഇപ്പോഴും ഭ്രമണത്തിന്റെ ഷോർട്സ് വരും ഇൻസ്റ്റാഗ്രാമിൽ. എനിക്കിപ്പോഴും ആൾക്കാർ അയച്ചു തരാറുണ്ട് വെടികൊണ്ട സീനൊക്കെ. ചേട്ടൻ വെടികൊണ്ട സീൻ ഒത്തിരി ട്രോള് വന്നതാ. ഈ യൂട്യൂബിൽ അടിച്ചുകൊടുത്ത അങ്ങനെ ചേട്ടന്റെ പേരടിക്കുമ്പോൾ ട്രോളൊക്കെ വരും. അപ്പൊ ഈ സീൻ ചെയ്യുന്ന സമയത്ത് അത് ട്രോൾ ചെയ്യപ്പെടുമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംശയം തോന്നിയിരുന്നോ ചേട്ടൻ ഇത് കുറച്ച് ഇംപ്രൂവൈസ് ചെയ്യണമായിരിക്കും? ഈ ട്രോൾ ജനത ഉണ്ടല്ലോ, അവര് ഏതിലാണ് കയറി പിടിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഒന്ന് ഈശ്വരന് മാത്രമേ അറിയുള്ളൂ, ഈ ട്രോൾ ഏതിലാണ് വരുന്നത് എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ വളരെ കഷ്ടപ്പെട്ട് സത്യസന്ധമായിട്ടാണ് അഭിനയിച്ചത്. ഇപ്പൊ ജോയ്സി സാറാണ് അതിന്റെ എല്ലാം. അപ്പോൾ ജോയ്സി സാർ ഒരു ഡോക്ടറെ വിളിച്ചു. അതായത് സാർ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ തന്നെ നെറ്റിയിൽ വെടി കൊള്ളുമ്പോൾ എങ്ങനെയാണ് ഒരു ഡെഡ് ബോഡി, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും, അപ്പോൾ പറഞ്ഞു ഒരു മനുഷ്യന്റെ റിയാക്ഷൻ അല്ല, എന്തായിരിക്കും ആ ഡെഡ് ബോഡിയുടെ അവസ്ഥ. അപ്പോൾ 2 കണ്ണ് മുകളിലേക്കാണ്. അപ്പോൾ ഇതായിരുന്നു എന്നോടും ജോയ്സി സാറ് പറഞ്ഞിരുന്നത്. പക്ഷെ എൻ്റെ കണ്ണ് മുകളിലോട്ടായപ്പോൾ ഒരു കണ്ണ് മാത്രം ഇങ്ങോട്ടായിപ്പോയി. അത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇത് വന്നിട്ട് പോസ്റ്റ് ചെയ്തിട്ട് അത് ഫോട്ടോ എടുത്തിട്ട് അതിനെ അങ്ങ് ട്രോളാക്കി. എനിക്ക് 2 ആഴ്ച വീട്ടിലിരിക്കാൻ നിവൃത്തിയില്ല. എല്ലാവരും, ബന്ധുക്കളും ഫ്രണ്ട്സും എല്ലാവരും ഇത് തന്നെ ഇങ്ങോട്ട് അയച്ചു തന്നുകൊണ്ടിരിക്കുക, ഈ വെടി കൊണ്ട ഫോട്ടോ. ഇത് എന്ത് പറ്റി എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞത് സീരിയലാണ്, എനിക്ക് ശരിക്കും വെടി കൊണ്ടതല്ല, പിന്നെ എനിക്ക് വെടി കൊണ്ട് ശീലമില്ലാത്തതുകൊണ്ട് അങ്ങനെ ആയിപ്പോയതാണ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്താ പറയാ, നല്ലത് കാണുമ്പോൾ 90% ആൾക്കാർ നല്ലതാണെന്ന് പറയും. അതേപോലെ ഇഷ്ടപ്പെടാത്തതോ അല്ലെങ്കിൽ അവർക്ക് രസം തോന്നുന്നതായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്ത് അത് ചെയ്യും. അവരെ തടയാനൊന്നും പറ്റില്ല. നമ്മളത് അതാണ് പറഞ്ഞത്. 2 ആഴ്ച ഒരു ഓർമ്മയില്ല, തലയിൽ വെടികൊണ്ട പോലെയാണ് സത്യം. ഒന്നും ഓർമ്മയില്ല. ഇങ്ങനെ പറ ഒരു ദിവസം ഫേസ്ബുക്ക് നോക്കിയപ്പോൾ ഇങ്ങനെ പറ എല്ലാവരും എന്നെ ടാഗ് ചെയ്തിട്ടും ഒക്കെ ഇങ്ങനെ വരുന്നു. ഇത് എന്താണിത്, ഇത് സീരിയലിൽ കണ്ടതാണല്ലോ, ഇത് എന്താ ഇങ്ങനെ. പിന്നെയാണ് ഓരോരുത്തർ ഓരോ കഥ എഴുതിയിട്ട് ഇങ്ങനെ വരുന്നത്. അപ്പം 2 ആഴ്ച ഞാൻ തുറന്നില്ല. ഇപ്പോഴും ട്രോൾസ് ഒന്നും ഞാൻ യൂട്യൂബിലൊന്നും ഞാൻ കാണാൻ നിന്നിട്ടില്ല ഇതുവരെ. എനിക്ക് ഇഷ്ടംപോലെ ഉണ്ട്. ഞാനിപ്പോൾ അയച്ചു കൊടുക്കാറുണ്ട്. വൈഫും അയച്ചു തരും, പിള്ളേരും അയച്ചു തരും ചില സമയത്ത്. ആ സമയത്ത് നമുക്ക് എല്ലാവർക്കും ഇത്തിരി ബുദ്ധിമുട്ട് തോന്നി. പക്ഷെ ആ 2 ആഴ്ച കടന്നു കിട്ടിയാൽ പിന്നെ ഹാപ്പിയാണ്, പിന്നെ ശീലമായിക്കോളും. പിന്നെ നമുക്ക് എന്ത് നേരിടാനുള്ള ഒരു ധൈര്യം എന്ന് പറഞ്ഞ് ഇനി വീണ്ടും തുടങ്ങണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ പുതിയ പ്രോജക്ട്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പുതിയതായിട്ട് ധ്യാൻ ശ്രീനിവാസന്റെ കൂടെ ഒരു മൂവിയാണ്. അതെ, അത് തീർച്ചയായിട്ടും അതൊരു പ്രത്യേക രീതിയിലുള്ള ഒരു 3D ഫിലിമാണ്. ഒരു പ്രത്യേക കഥയാണ്, നല്ല രസമുള്ളൊരു കഥയാണ്. എൻ്റെ സുഹൃത്തും പിന്നെ നല്ലൊരു ഗ്രാഫിക് ഡിസൈനറുമായിട്ടുള്ള മഹേഷ് എന്ന് പറഞ്ഞ ട്രിവാൻഡ്രത്ത് ആളാണ് അത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. 11 എന്നാണ് സിനിമയുടെ പേര്. അപ്പോൾ അത് കുറച്ചൊരു പോർഷനും കൂടി ഷൂട്ട് ചെയ്യാൻ ബാലൻസ് ഉണ്ട്. അത് 2 ആഴ്ചയ്ക്കുള്ളിൽ എൻ്റെ ഷൂട്ടിങ് കഴിയും. അത് ഉടനെ തന്നെ ഇറങ്ങും. നല്ലൊരു കഥയായിട്ടാണ് നമുക്ക് എല്ലാവർക്കും ഷൂട്ട് ചെയ്യുമ്പോഴും എല്ലാം തോന്നിയിട്ടുള്ളത്. ഇനി അത് പ്രേക്ഷകരും കൂടി ഏറ്റെടുക്കണം എന്നുള്ളൊരു റിക്വസ്റ്റ് മാത്രമേ വയ്ക്കാനുള്ളൂ. സീരിയൽസ് ഇനി സൂര്യയിലും ഇനി ഒരെണ്ണം സീയിലും
സ്റ്റാർട്ട് ചെയ്യാനുള്ള അതിൻ്റെ തുടക്കത്തിലുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ അമൃതയിലും ഫ്ലവേഴ്സിലും ആയിരുന്നു ഇപ്പൊ കഴിഞ്ഞ 2 സീരിയലുകൾ ഉണ്ടായിരുന്നത്. എനിക്ക് ചേട്ടനോട് സംസാരിക്കാൻ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. കാരണം എന്റെ അമ്മയൊക്കെ ഭയങ്കര ഫാനാ ചേട്ടന്റെ. അങ്ങനെ പറഞ്ഞിട്ട് എന്നെ അങ്ങനെ അത്ര പ്രായമൊന്നും ആക്കേണ്ട കാര്യമില്ല. മര്യാദക്ക് എന്റെ സീരിയലും കാണണ്ട എന്ന് പറഞ്ഞോളൂ. ഞാനും കാണാറുണ്ട്. അതെ അതെ അതെ, എന്റെ അമ്മ കാണാറുണ്ട്, എന്റെ അമ്മൂമ്മ കാണാറുണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് അങ്ങ് പ്രായം കൂട്ടാനേ. അതെ, മിക്കവരും അങ്ങനെ ആയിരിക്കല്ലേ ചേട്ടനോട് എന്ന് പറയാ? അല്ല അങ്ങനെയില്ല. ഇപ്പൊ ന്യൂ ജനിലൊക്കെ ആൾക്കാർ ഇപ്പൊ ഇൻസ്റ്റയൊക്കെ കണ്ടിട്ട് വരാറുണ്ട്. അയ്യോ ഇൻസ്റ്റയിലെ മാമനല്ലേ എന്ന് ചോദിച്ചിട്ട് കുട്ടികളൊക്കെ ട്രെയിനിൽ കാണാറുണ്ട്. അപ്പൊ നമ്മള് നിങ്ങളെക്കാട്ടിലും എങ്ങുള്ള ആൾക്കാരും നമ്മുടെ കൂടെ ഉണ്ട്. അതെ അതെ, ശരി. താങ്ക് യു സോ മച്ച് ചേട്ടാ. താങ്ക് യു. യെസ്, ഓക്സിജൻ ഇയർ എൻഡ് സെയിൽ ഹോം അപ്ലയൻസസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനും ഈ വർഷത്തെ ഏറ്റവും വലിയ ഓഫറുമായി ഓക്സിജൻ ഇയർ എൻഡ് സെയിൽ ആരംഭിച്ചിരിക്കുന്നു. സേ യെസ് ടു EMIs, exchanges and more only at Oxygen, the digital expert. Oxygen, the digital expert.